ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വസുന്ധര നിധിയോട് പോണ്ടെന്ന് പറഞ്ഞത് ഗൗതം അറിയാണ് കേട്ടോ. അങ്ങനെ ഗൗതം വസുന്ധരയെ ചോദ്യം ചെയ്യാൻ ചെല്ലാണ്. എന്നാൽ വസുന്ധരയാണെങ്കിലോ പഠിച്ച കള്ളിയായതുകൊണ്ട് തന്നെ ഗൗതമിനെ വീഴ്ത്താനുള്ള ആ ആയുധം കയ്യിലെടുത്തിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഗൗതം കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ അമ്മ തൻ്റെ വസ്ത്രങ്ങളെല്ലാം കൂടി പെട്ടിയിലാക്കുന്നു. ഇത് കാണുന്ന ഗൗതം ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്നിട്ട് ഗൗതം ചോദിക്കും, അമ്മേ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി വരുമ്പോൾ താൻ കാണുന്ന കാഴ്ച തൻ്റെ അമ്മ പെട്ടിയൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നു. ഇത് കണ്ട ഉടൻ തന്നെ ഗൗതം പറയും, അമ്മ ഇങ്ങോട്ടാണ് പോകുന്നത്? ഉടൻ തന്നെ ഞാൻ ഈ വീട്ടിൽ അധികമാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. ഈ വീട്ടിൽ ഞാൻ നിൽക്കുന്നോറും എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു അധികപ്പറ്റായി മാറും. എന്താ അമ്മ അങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മ എന്ന് വെച്ച ജീവനല്ലേ. അമ്മയില്ലാത്ത ഈ വീട് എന്തോ പോലെയാണ്. അതുകൊണ്ട് അമ്മ പോകരുതെന്ന് പറയുമ്പോൾ, ഇല്ല, ഞാൻ മറ്റുള്ളവർക്കൊരു തലവേദനയാവാൻ ഞാൻ നിൽക്കുന്നില്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ഗൗതം പറയാണ്, എന്തിനാണ് അമ്മ ഇറങ്ങുന്നത്? പിന്നെ ഇപ്പോൾ നിധിയുടെ കാര്യത്തിൽ തന്നെ അവൾ ചെയ്ത തെറ്റ് നിങ്ങളാരും മനസ്സിലാക്കുന്നില്ല. എന്നാൽ നീ ആണെങ്കിലോ നിധിയുടെ കാര്യത്തിന് അവളുടെ വീട്ടിലോട്ട് ഞാൻ പോകണ്ട എന്ന് പറഞ്ഞതിൽ അത് ചോദ്യം ചെയ്യാനല്ലേ നീ എൻ്റെ അടുത്തോട്ട് വന്നത്? അപ്പോൾ ഓരോ ദിവസം ഈ വീട്ടിലുള്ളവരുടെ അടുത്ത് ഞാൻ മര്യാദ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാറു എന്നോട് ഒരു അക്ഷരം മിണ്ടിയിരുന്നില്ല. എന്നാൽ പാറു ഇപ്പോൾ അങ്ങനെയായി. നിധി ആണെങ്കിൽ ചോദ്യം ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോകുന്നു. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഞാൻ അവളോട് എന്ത് തെറ്റേ ചെയ്തത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാൽ ഞാൻ എന്നോട് ഒരു കാര്യം പറയട്ടെ, അവളോട് ഞാൻ പോവേണ്ട എന്ന് പറഞ്ഞതിന് അതിൻ്റേതായ കാരണമുണ്ട്. അപ്പോൾ ഗൗതം ചോദിക്കും, എന്താ അമ്മേ? അപ്പോൾ ഉടൻ തന്നെ, നിന്നോട് പറഞ്ഞിട്ടാണോ അവൾ ഇവിടെ ഒരു ജോലിക്ക് കയറിയിരുന്നു? അത് ഞാൻ കയ്യോടെ പിടികൂടി. എന്തിനാണ് നമ്മളെ നാണം കെടുത്തത്? നമ്മൾ ഇത്രയും വലിയൊരു കമ്പനി, നമ്മുടെ അടുത്ത് ഇത്രയും പൈസയൊക്കെ ഉണ്ടായിട്ടും അവൾ വേറൊരു ജോലിക്ക് പോകുന്നത് മനഃപൂർവ്വം വന്നു കയറിയ മരുമകളെ നമ്മളിവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുക എന്ന ആളുകൾ പറയില്ലേ? അത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല അവൾ ചെയ്തത്. എന്നാൽ പോട്ടെ, ഇനി അവൾക്ക് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി എവിടെയെങ്കിലും ഒരു ജോലി അവൾക്ക് കൊടുക്കില്ലേ? അതും പോട്ടെ. ഇനി അത്രയും ആഗ്രഹമുണ്ട് അവൾ പുറത്ത് ജോലിക്ക് നോക്കിയിരിക്കുകയാണെങ്കിൽ നിന്നോടൊരു വാക്ക് അവൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അമ്മ, അതാണ് പറയുന്നത്. ആരെയും അവൾക്ക് വിലയില്ല, ആരെയും അവൾ വക വെക്കാനും തയ്യാറല്ല. എന്ത് ചെയ്യാൻ, നമ്മുടെ വിധി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വസുന്ധര കരയുമ്പോൾ അതിലൊരർത്ഥമുണ്ടെന്ന് നിധിക്ക് തോന്നുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം നിധി ആണെങ്കിലോ തൻ്റെ അനിയൻ വിളിച്ചിരിക്കുന്നു. ചേച്ചി എവിടെയാണ്? അമ്മക്ക് കഞ്ഞി വേണം, ചേച്ചി വരുന്നുണ്ടോ? ആ വരുന്നുണ്ട്. പിന്നെ എന്താ ചേച്ചിയെ കാണാത്തത്? ചേച്ചിയുടെ സംസാരത്തിന് എന്താ ഒരു ഇടർച്ച? ഉടൻ തന്നെ പറയും, ചില കാര്യങ്ങൾ അങ്ങനെയാടാ, ചിലത് അങ്ങനെയാണ്. ചില ജീവിതം മറ്റുള്ളവരുടെ കൈകളിൽ നമ്മുടെ അകപ്പെടും. എത്ര വേണ്ടെന്ന് വെച്ചാൽ മറ്റുള്ളവർ തീരുമാനിക്കുന്നത് പോലെയാണ് നമ്മുടെ ജീവിതം വരിക. നമ്മൾ എത്ര നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും കാര്യമില്ല, വേറുള്ളവർ അതിൽ ഇടപെടാൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവിതം തകരും. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. എന്തെങ്കിലും പ്രശ്നം അവിടെയുണ്ടോ? ഇല്ല, നീ ടെൻഷൻ ആവണ്ട, ഒരു പ്രശ്നവും ഇല്ല. എൻ്റെ ചേച്ചിയുടെ ജീവിതം സേഫ് ആവുകയാണ് വേണ്ടത്. ചേച്ചി നമുക്ക് കഞ്ഞിയുമായി വരണമെന്നില്ല. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടണമെന്നില്ല. അതുകൊണ്ട് ചേച്ചിയുടെ കാര്യം നോക്കി ജീവിച്ചോ. ഞാൻ അമ്മയെ പൊന്നുപോലെ നോക്കിക്കോളാം. എന്താടാ നീ പറയുന്നത്? എൻ്റെയും കൂടി അമ്മയല്ലേ? നീ ഫോൺ വെക്ക്, ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയാനേട്ടാ. അപ്പോൾ ഉടൻ തന്നെ ഗൗതം ഇറങ്ങി വരികയാണ്. പിന്നീട് ഗൗതം ഒന്നും മിണ്ടുന്നില്ല. ഗൗതം എന്ത് ചെയ്യും? തൻ്റെ കയ്യിലുള്ള ആ ബാഗ് എടുത്ത് അവിടെ ഇരിക്കുന്ന കഞ്ഞിയുടെ ആ പാത്രം എടുത്ത് അങ്ങ് പോവാണ് കേട്ടോ. ഒന്ന് അവിടെ നിന്നേ സാർ എന്ന് നിധി അപ്പോഴേക്കും പറയണേ. എന്താ എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇപ്പോൾ പോകുന്ന പോക്കിൽ നീയും ഞാനും കൂടി പോവാ എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ഇറക്കി ഓഫീസിലോട്ട് പോവാ എന്ന് പറഞ്ഞ ആളെ എന്താ ഇപ്പോൾ കഞ്ഞി മാത്രം എടുത്ത് പോകുന്നത്? ഞാൻ വേണ്ടേ എന്ന് പറയുമ്പോൾ, അല്ല നീ ഇവിടെ ഇരുന്നോ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് ഓഫീസിൽ പോകണം, ഞാൻ ഈ കഞ്ഞി അവിടെ കൊടുത്തോളാം എന്ന് പറയാം കേട്ടോ. ഉടൻ തന്നെ നിധി, ആ കഞ്ഞി തന്നെ എൻ്റെ അമ്മക്ക് കഞ്ഞി കൊടുക്കാം, മറ്റുള്ളവരുടെ ഔദാര്യം എനിക്ക് വേണ്ട, എനിക്ക് നന്നായി കഞ്ഞി കൊടുക്കാൻ അറിയാം, ഞാൻ കൊടുത്തോളാം. ഇപ്പം എന്താ ഇങ്ങനെ ഒരു സംസാരം? നിങ്ങളുടെ അമ്മ ഈ വീട്ടിൽ നിന്ന് എന്നോട് ഇറങ്ങരുത് എന്ന് പറഞ്ഞ് നിങ്ങളും അതിന് അനുകൂലമായി നിൽക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അവരുടെ വാക്കുകൾ നിങ്ങളങ്ങ് വീണൂലേ? ഇതാണ് നട്ടലില്ലാത്ത ഭർത്താവ് എന്ന് പറയുന്നത് എന്ന് നിധി പറയാനേട്ടാ. അപ്പോൾ ഉടൻ തന്നെ ഗൗതം പറഞ്ഞു, ഈ ഒറ്റ കാരണമാണ് എനിക്ക് എൻ്റെ അമ്മയുടെ മുന്നിൽ തലകുനിക്കേണ്ടി വന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ജോലിക്ക് പോകുന്ന എന്നോട് നീ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, പിന്നെ എന്താ? അപ്പോൾ നിധി പറയാണ്, നിങ്ങളോട് എന്തിനാ ഞാൻ പറയേണ്ട ആവശ്യം? നിങ്ങൾ എൻ്റെ ഭാര്യയായി കണക്കാക്കിയിട്ടുണ്ടോ? ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, എല്ലാം എന്നോട് വെട്ടി തുറന്ന് പറയണം, ഞാനും നീയും ഒന്നാണെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ നീ എന്തുകൊണ്ട് ഇത് മറച്ചു വെച്ചു? അപ്പോൾ ഉടൻ തന്നെ നിധി പറയും, അതിൻ്റേതായ ഒരു കാരണമുണ്ട്. എന്ത് കാരണമാണെങ്കിലും എൻ്റെ അമ്മയുടെ മുന്നിൽ എനിക്ക് തലകുനിക്കേണ്ടി വന്നില്ലേ? നീ ഈ കള്ളം മറച്ചു വെച്ചു എന്ന് അമ്മ എന്നോട് പറഞ്ഞപ്പോൾ, നിന്നോട് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ മുന്നിൽ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്ന് പറയുമ്പോഴാട്ടോ അവിടുത്തെ സെർവൻറ്റ് സാൻഡ്വിച്ചുമായി വരുന്നത്. ഇതാ നിധി മാഡം, ഗൗതം സാറിനുള്ള സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ ഗൗതം പറയണം, അത് അവിടെ വെച്ചു പോവോ എന്ന് പറഞ്ഞിട്ടോ. ഉടൻ തന്നെ ഗൗതം പറയും, ആ സാൻഡ്വിച്ചിൻ്റെ പരുവം നീ നോക്ക്, ആ സാൻഡ്വിച്ച് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇടുങ്ങല്ലേ, അതുപോലെയാണ് നീയും എൻ്റെ അമ്മയും കൂടി എന്നെ ഇങ്ങനെ പ്രസ് ചെയ്തും കൊണ്ടിരിക്കുകയാണ്. ഞാൻ
നിങ്ങൾക്കിടയിൽ കിടന്ന് ചതയാണ്. നീ ഒന്ന് കള്ളം പറയും, എൻ്റെ അമ്മ ഒരു കള്ളം പറയും, ഇതിൽ ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കേണ്ടെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അവിടെ പാറു ഇവരുടെ സംസാരം അപ്രതീക്ഷിതമായി കേൾക്കണം കേട്ടോ. അങ്ങനെ പാറു ഇത് കേട്ടിട്ട് പാറു ഇങ്ങനെ നോക്കുമ്പോൾ നിധി പറയാണ്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് സംസാരിച്ചിട്ട് ഞാൻ എന്നെ കൂടെ കൊണ്ടുപോകാം എന്ന് നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ നിങ്ങളുടെ അമ്മയുടെ വാക്കുകൾ, അവരുടെ നാക്ക് അങ്ങനെയാണല്ലോ, എല്ലാവരെയും വീഴ്ത്താനുള്ള കഴിവ് അവർക്കുണ്ട്. ആ വാക്കുകൾ കേട്ടപ്പോൾ നിങ്ങൾ എങ്ങോട്ടേക്കും തിരിഞ്ഞു. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, എൻ്റെ അമ്മയോടും എൻ്റെ കൂടപ്പിറപ്പിനോടും ചെയ്തിരിക്കുന്നത് എന്തെല്ലാമാണെന്ന് നിങ്ങൾ ഓർക്കണം. ഒരിക്കലും ഞാൻ വിവാഹത്തിന് സമ്മതം മൂളിയിരുന്നില്ല. പക്ഷേ എൻ്റെ അമ്മയും കൂടപ്പിറപ്പിനെയും നന്നായി നോക്കുമെന്ന പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതം മൂളിയത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ സാൻഡ്വിച്ചിൻ്റെ പരുവം നിങ്ങളല്ല, ഞാനാണ് ആവുന്നത്. നിങ്ങൾക്കിടയിൽ കിടന്ന് ഞാനൊരു പരുവമാവാണ്, അത് ആലോചിക്കണം എന്നൊക്കെ ഇങ്ങനെ നിധി പറയണം കേട്ടോ. അപ്പോൾ ഗൗതം പറയും, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിനക്ക് അങ്ങനെ ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഇന്ന കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനി നിനക്ക് എന്തെങ്കിലും ഒരു പോസ്റ്റ് തരാം, അവിടെ നിനക്ക് ജോലി ചെയ്തൂടെ, ആ ശമ്പളം കൊണ്ട് നിൻ്റെ കുടുംബം നോക്കിക്കൂടെ, അതല്ല നിനക്ക് എത്ര പണം വേണമെങ്കിലും ലക്ഷങ്ങൾ ഞാൻ നിൻ്റെ മുന്നിലോട്ട് ഇട്ട് തരാമെന്ന് പറഞ്ഞ ഉടനെ മതി നിർത്തിക്കോളൂ സാർ, നിങ്ങൾ സംസാരിക്കണ്ട, നിങ്ങൾ എന്നെ പൈസ കൊടുത്ത് മേടിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് വേണ്ട, അത് നിധിയെ കിട്ടില്ല. നിധി ഒരിക്കലും ഒരാൾക്ക് അടിമയാവില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് സംസാരിക്കണം, നിങ്ങൾ അമ്മയെ പേടിച്ച് ജീവിച്ചോളൂ എന്ന് പറഞ്ഞ് നിധി അങ്ങ് ദേഷ്യത്തോടു കൂടി പോവാണ് കേട്ടോ. എന്നാൽ ഇത് പാറു കേട്ട് വരികയാണ്. അങ്ങനെ പാറു ഗൗതമിൻ്റെ മുന്നിലോട്ട് വരികയാണ്. അപ്പോൾ ഗൗതം പറയണം, അമ്മ അവൾ പറഞ്ഞത് കേട്ടില്ലേ, എടാ അവൾ പറഞ്ഞതിലൊരു കാര്യമുണ്ട്, അവൾക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമുണ്ടായിരുന്നില്ല, എന്നാൽ അവൾ നിൻ്റെ ജീവൻ രക്ഷിക്കാനായി അവൾ ഇങ്ങോട്ടേക്ക് വന്നു. എന്നാൽ നീയും നിൻ്റെ അമ്മയും കൂടി എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ഓരോ ദിവസവും നീയും നിൻ്റെ അമ്മയും കൂടി അവളെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയല്ലേ, എന്തിനു വേണ്ടി? കൂടപ്പുറപ്പുകളെ മറക്കാനൊക്കെ പറയുന്നത് അതൊരിക്കലും ശരിയല്ല. എന്നോട് വസുന്ധര കാട്ടിയതുപോലെ തന്നെയാണ് ഇപ്പോൾ നിധിയോട് ഇവിടെ കാണിക്കുന്നത്. 30 വർഷമായി എന്നെ ഇവിടെ ഇട്ട് പീഡിപ്പിക്കുന്നു. ആ പീഡനം തന്നെയാണ് വസുന്ധര ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഗൗതം എല്ലാം കൂടി തലക്ക് ഭ്രാന്തായി എന്ന് പറഞ്ഞ് ഗൗതം അങ്ങ് പോയിട്ടോ. എന്നാൽ ഈ സമയം വസുന്ധര ഇത് അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അവളെ ചോദ്യം ചെയ്യേ പറ്റുള്ളൂ, സോറി പാറു ആണ് കേട്ടോ, ചോദ്യം ചെയ്യേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പാറു അങ്ങ് വസുന്ധരയുടെ മുന്നിലോട്ട് പോകുമ്പോൾ വസുന്ധര ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വസുന്ധര പാറുവിനെ മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ വസു എന്ന് പറഞ്ഞിട്ട് പാറു അങ്ങ് വിളിക്കുകയാണ്, എന്താ ഏട്ടത്തി? അപ്പോൾ ഉടൻ തന്നെ പറയും, നീ അവിടെ നിന്നെ, നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഉടൻ തന്നെ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്ക് ഓഫീസിലോട്ട് പോകണം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എനിക്കിപ്പം നിന്നോട് സംസാരിക്കാനുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓഫീസ് കാര്യത്തിനേക്കാൾ വലിയ കാര്യമാണ് ജീവിത കാര്യമെന്ന് പറയാനേട്ടാ. വീട്ടിലെ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്കതൊന്നും കേൾക്കാൻ താല്പര്യമില്ല, എനിക്ക് ഓഫീസിലോട്ട് പോകണം. എന്താ നിങ്ങൾക്ക് പിന്നെ സംസാരിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ പാറു എന്ത് ചെയ്യും, വസുന്ധരയുടെ കൈ അങ്ങ് മുറുക്കി പിടിച്ച് മര്യാദക്ക് ഇങ്ങ് വാ എന്ന് പറഞ്ഞ് റൂമിലോട്ട് അങ്ങ് വലിച്ചഴിച്ച് കൊണ്ടുപോയി റൂമിൽ അങ്ങ് ഒരൊറ്റ എറിയുന്നത് പോലെ അങ്ങ് വസുന്ധരയെ ഒരു തള്ളിയതിന് ശേഷം ആ ഡോറങ്ങ് കുറ്റിയിടുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, നീ ഒരുപാട് കാലമായി എന്നോട് ഈ ക്രൂരത ചെയ്യുന്നത്, 30 വർഷമായി ഞാനൊരു പണമില്ലാത്ത വീട്ടിൽ നിന്നും എന്നെ നിൻ്റെ ഏട്ടൻ കല്യാണം കഴിച്ചു എന്ന ആ ഒരു ഇതിൻ്റെ പേര് ഒരുപാട് നീ എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കുടുംബത്തിൻ്റെ സമാധാനം ആലോചിച്ച്, നിൻ്റെ ഏട്ടൻ്റെ സമാധാനം ആലോചിച്ച് എല്ലാം സഹിച്ചും പുറത്തും ഞാൻ ജീവിച്ചതാണ്. പക്ഷേ എനിക്ക് കിട്ടിയ തിരിച്ചടി എന്താ? എന്നും അവഗണനയും ആട്ടിത്തുപ്പലും മാത്രം. ഇപ്പോഴും നിങ്ങൾ ആരും എന്നെ സ്നേഹിക്കുന്നില്ല. അതുപോലെ എൻ്റെ മരുമകളെ, എൻ്റെ മകനെയും നീ പീഡിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് പാറു പറയും, നീ എൻ്റെ മകനെ ഒരു കാലത്തും സമാധാനം കൊടുക്കില്ല. എന്ത് തെറ്റാണ് നിധി ചെയ്തത്? നിധി ഗൗതമിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ വീട്ടിലോട്ട് കയറി വന്നു. എന്നിട്ട് നീ ഓരോന്ന് ചെയ്തതോ? നീ അവളുടെ അമ്മ കയറി വന്നപ്പോൾ അവളുടെ അമ്മയെ നീ എത്രമാത്രം അവഹേളിച്ചാണ് ഇവിടെ നിന്നും വിട്ടത്. പിന്നെ അതിനുശേഷം വേറെ എന്തെല്ലാം സംഭവങ്ങൾ അവളുടെ കൂടപ്പിറപ്പുകളെ കൊണ്ടുവരുന്നത്? നിനക്കെന്താ പ്രശ്നം? അവളുടെ അമ്മയാണ് സുഖമില്ലാതെ കൊടുക്കുന്നത്, അവളുടെ അമ്മയെ കാണാൻ പോകുന്നത് എന്താ തെറ്റ്? ഇതൊന്നും നീ ഒരിക്കലും ചെയ്യുന്നത് ശരിയല്ല. എൻ്റെ മകന് നീ സ്വസ്ഥത കൊടുക്കുന്നില്ല. എന്താ നീ ഇങ്ങനെ? എൻ്റെ മരുമകൾക്ക് ഒരു സ്വസ്ഥത കൊടുക്കുന്നില്ല. എന്നാൽ ഇതെല്ലാം കണ്ടു നിൽക്കാൻ ഞാൻ തയ്യാറല്ല എന്നിങ്ങനെ ആവർത്തിച്ച് പറയാനേട്ടോ. അപ്പോൾ ഇതൊക്കെ വസുന്ധരയോട് പറയുമ്പോൾ എൻ്റെ മകൻ, എൻ്റെ മരുമകൾ എന്നുള്ള ആ വാക്ക് പ്രയോഗിക്കുമ്പോൾ വസുന്ധരയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട്, നിർത്ത് നീ എന്ത് അറിഞ്ഞിട്ടാണ് നീ നിൻ്റെ മകൻ എന്ന് പറയുന്നത്? നിൻ്റെ മകനാണോ? നീ 10 മാസം പ്രസവിച്ച മകനാണോ? 10 മാസം നൊന്ത് പ്രസവിച്ച മകനാണോ? നിൻ്റെ മകനാണോ? പറയടി, നിൻ്റെ മകനാണോ? എന്ത് വിചാരിച്ചിട്ടാണ് നീ ഇങ്ങനെയുള്ള സംസാരങ്ങൾ വേണ്ടെന്ന് വെക്കുമ്പോൾ തലയിൽ കയറുന്നോ? അപ്പോൾ ഉടൻ തന്നെ അതിന് മറുപടി പറയാനാവാതെ പാറു ആകെ പേടിച്ച് വിറച്ച് നിൽക്കണം കേട്ടോ. താൻ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പോൾ പാറുവിന് സങ്കടം വരും കേട്ടോ. എൻ്റെ എന്നുള്ള പ്രയോഗം നിർത്തിക്കോ. നിൻ്റെ മക്കൾ എന്ന് പറയുന്നത് യാമിനിയും അതുപോലെ മറ്റേ മകനുമാണ്, അല്ലാതെ നിൻ്റെ മകൻ ഗൗതമല്ല. ഗൗതം ആരുടെ മകനാണെന്ന് ഞാൻ
ഞാൻ വെളിപ്പെടുത്തണോ? ഇനി എല്ലാവരും അറിയട്ടെ, സത്യങ്ങൾ എല്ലാവരും അറിയട്ടെ, ഇനി എന്തിനാ മറച്ചു വെക്കുന്നത്? എല്ലാവരും അറിയട്ടെ. മറച്ചു വെക്കുന്നതുകൊണ്ടാണ് ഇനി എനിക്ക് ഇത്രയും വലിയ അഹങ്കാരം, ഇനി മറച്ചു വെക്കാൻ പറ്റില്ല, ഞാൻ എല്ലാവരോടും വെളിപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞിങ്ങനെ വസുന്ധര പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ.